ടീം വീണ്ടും ഒന്നിക്കുന്നുവെന്ന് റിപ്പോർട്ട്. എം രഞ്ജിത്ത് നിർമ്മിച്ച് തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാൽ തന്നെ നായകനാകുമെന്നാണ് വിവരം. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി. ഹരി, ഇന്നലെ തുടരും സിനിമയുടെ വിജയാഘോഷങ്ങളൊക്കെ നടന്നിരുന്നു. അതിനു പിന്നാലെയാണ് ഇങ്ങനെയൊരു പ്രേക്ഷകർക്ക് സന്തോഷമുള്ള, ആരാധകർക്ക് സന്തോഷമുള്ള ഒരു വിവരം. ആ മെഗാ ഹിറ്റ് കോംബോ വീണ്ടും വരികയാണോ? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് തുടരും ടീമിന്റെ ആഘോഷ പരിപാടികൾ കൊച്ചിയിൽ വെച്ച് നടന്നത്. കൊച്ചി ഗോകുലം പാർക്കിൽ വെച്ചാണ് വൈകുന്നേരത്തോടു കൂടി ആ പരിപാടി നടക്കുന്നത്. തുടരും ടീമിലെ പ്രധാനപ്പെട്ട എല്ലാവരും അണിനിരുന്ന ഒരു പരിപാടിയും കൂടിയായിരുന്നു. നമുക്കറിയാം, ആഗോള കളക്ഷൻ 200 കോടിയധികം നേടിയ ചിത്രവും കൂടിയാണ് തുടരും. പക്ഷേ തുടരും സിനിമയ്ക്ക് ആ ടീം വീണ്ടും ഒന്നിക്കുമോ എന്ന തരത്തിൽ ഒരു തരത്തിലുള്ള സ്പെക്കുലേഷനോ ഒരു തരത്തിലുള്ള റിപ്പോർട്ടുകളോ മുൻപ് ഉണ്ടായിരുന്നില്ല. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സ്റ്റേജിൽ വെച്ച് നിർമ്മാതാവായ എം രഞ്ജിത്ത് അനൗൺസ് ചെയ്യുന്നത് തരുൺ മൂർത്തി മോഹൻലാലുമായിട്ട് വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ളത്. അത് നിർമ്മിക്കുന്നത് താൻ തന്നെ ആയിരിക്കുമെന്ന് നിർമ്മാതാവ് രഞ്ജിത്തും കൂടി പറയുന്നു. കാരണം അത് ഒഫീഷ്യലി പുറത്തുവിട്ടത് നിർമ്മാതാവ് രഞ്ജിത്ത് ആയതുകൊണ്ട് തന്നെ തുടരും ടീം വീണ്ടും ഒന്നിക്കുകയാണ്. പക്ഷേ ഈ സിനിമയുമായിട്ട് ഇതിന്റെ രണ്ടാം ഭാഗമാണോ എന്നുള്ള രീതിയിലൊന്നുമല്ല. മോഹൻലാലുമായിട്ട് തരുൺ മൂർത്തി വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമ വരുന്നു. കഴിഞ്ഞ ദിവസമാണ് തരുൺ മൂർത്തി ഓപ്പറേഷൻ കംബോഡിയ, ഓപ്പറേഷൻ ജാവയുടെ രണ്ടാം ഭാഗം എന്ന രീതിയിൽ ഓപ്പറേഷൻ കംബോഡിയ എന്ന സിനിമ അനൗൺസ് ചെയ്തത്. അതിൽ പൃഥ്വിരാജ് ആണ് പ്രധാന വേഷത്തിൽ എത്തുന്നത് എന്ന് തരുൺ മൂർത്തി അനൗൺസ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് മുന്നേ തന്നെ ഫഹദ് ഫാസിലിനെയും നായകനാക്കിക്കൊണ്ട് ടൊർപേഡോ എന്ന സിനിമ തരുൺ മൂർത്തി അതിന്റെ അണിയറ പ്രവർത്തനത്തിൽ നിൽക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മോഹൻലാലുമായിട്ടുള്ള ഒരു ചിത്രം വീണ്ടും അനൗൺസ് ചെയ്യുകയും ചെയ്യുന്നത്. അതറിയാം, തുടരും ഉണ്ടാക്കിയ ഒരു കളക്ഷൻ, പ്രത്യേകിച്ച് എമ്പുരാനിന് ശേഷം മോഹൻലാലിന്റെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം 2025 ഉണ്ടാക്കിയ ഒരു ചിത്രമാണ് തുടരും. അത് കുടുംബ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു സ്വീകാര്യത, പ്രത്യേകിച്ച് മോഹൻലാലിന്റെ കരിയറിൽ തന്നെ ഇത്രയും വലിയൊരു പീക്ക് സിനിമ, ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് മാറുമെന്ന് കരുതാത്ത ഒരു സിനിമയും കൂടിയാണ് തുടരും. വളരെ അപ്രതീക്ഷിതമായിട്ടൊരു ജൈജാനിക് വിജയമാണ് സിനിമ നേടിയെടുക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് നിർമ്മാതാവായ എം രഞ്ജിത്ത് ഇപ്പോൾ ഒരു അനൗൺസ്മെന്റ് നടത്തിയിരിക്കുന്നത്. വേദിയിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിപിൻ ജോർജ് ഇരുവരുമായിരുന്നു വേദിയിലെ അവതാരകർ. ഇവർക്കിടയിൽ നിന്നുകൊണ്ടാണ് എം രഞ്ജിത്ത് ഈ ഒരു അനൗൺസ്മെന്റ് നടത്തിയത്. തൊട്ടു പിന്നാലെ തന്നെ ബിപിൻ ജോർജ് തരുൺ മൂർത്തിയെ സ്റ്റേജിലേക്ക് വിളിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് മോഹൻലാലും ഒരു തംസപ്പ് തരുൺ മൂർത്തി പ്രസംഗിച്ചതിന് ശേഷം മോഹൻലാൽ വേദിയിൽ ഇരുന്നു കൊണ്ട് ഒരു തംസപ്പ് നൽകുകയും ചെയ്തു. അങ്ങനെ ഈ ടീം വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ളത് വലിയൊരു വാർത്തയായിട്ട് തന്നെ മാറുകയാണ്. എന്റർടൈൻമെന്റ് മേഖലയിൽ, പ്രത്യേകിച്ച് മലയാള സിനിമാ മേഖലയിൽ തുടരും പോലൊരു സിനിമ, പ്രത്യേകിച്ച് അതിനകത്ത് നൽകുന്ന ഒരുപാട് മൊമെന്റ്സ്, തരുൺ മൂർത്തി എന്ന ഫാൻ ബോയ്, മോഹൻലാലിന്റെ ഫാൻ ബോയ് ആ സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. അതൊക്കെ തന്നെ വീണ്ടും ഒരു പുതിയ ആവിഷ്കാരത്തിൽ സിനിമയിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും. 2025 മോഹൻലാലിന് ഇനി 2 സിനിമകൾ റിലീസുണ്ട്. 2 സിനിമകൾ എന്ന് പറയാൻ കാരണം ഒന്ന് വൃഷഭയാണ് മോഹൻലാൽ നായകനായി എത്തുന്ന ഒരു സിനിമ. അത് അടുത്ത മാസം 7-ാം തീയതി ചിത്രം റിലീസിലെത്തും. എന്നാൽ DS ERA, പ്രണവ് മോഹൻലാൽ നായകനാണ്, DS ERAയിൽ മോഹൻലാൽ എത്തുന്നുണ്ടോ എന്നൊരു ചോദ്യം നിൽക്കുകയാണ്. അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇതിന്റെ ട്രെയിലർ റിലീസായതിന് പിന്നാലെ മോഹൻലാലിന്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റുകയും ഈ DS ERA ടീമിലെ അണിയർ പ്രവർത്തകരെ പോലെ തന്നെ ഒരു റെഡ് ഷെയ്ഡിൽ തന്റെ ചിത്രം പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നത്. പ്രണവിന്റെ ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്നുള്ളത്. പ്രണവിന്റെ ആദ്യ സിനിമയായ ആദിയിൽ മോഹൻലാൽ ഒരു ഗസ്റ്റ് വേഷത്തിൽ എത്തിയിരുന്നു. അതിന് പിന്നാലെ വീണ്ടും ഈ ഒരു ഹൊറർ ചിത്രത്തിൽ ഈ DS ERA ഒക്ടോബർ 31-നാണ് റിലീസ് ചെയ്തത്. ആ ചിത്രത്തിലും കൂടി മോഹൻലാൽ എത്തുകയാണെങ്കിൽ 2025 മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വർഷം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ തരുൺ മൂർത്തിയുടെ ഈ ഒരു പ്രഖ്യാപനം, എം രഞ്ജിത്തിന്റെ ഈ ഒരു പ്രഖ്യാപനവും കൂടി വരുന്നത്. തുടരും ടീം വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് നിർമ്മാതാവ് തന്നെ പുറത്തുവിടുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നത്. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മലയാള സിനിമാ പ്രേക്ഷകർക്ക് വലിയ ഉത്സവം നൽകിയ ഒരു ചിത്രമായിരുന്നു തുടരും. ആ ടീം വീണ്ടും ഒന്നിക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.